ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഭയങ്കര വിഷമമുള്ള ദിവസമാണ്. നമ്മൾ ഒരു മാസത്തെ വെക്കേഷന് വന്നിട്ട് നമ്മളിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ തിരിച്ചങ്ങോട്ട് പോവാണ്, ഫ്രാൻസിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇന്ന് 8-ാം തീയതി 9-ാം തീയതി പുലർച്ചെ 4 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ എന്താ പറയുക, നമ്മൾ സാധനങ്ങളൊക്കെ ഏറെക്കുറെ നമ്മൾ വെച്ചിട്ടുണ്ട്, പക്ഷെ ഒതുക്കി വയ്ക്കണം അങ്ങനെ. അപ്പോൾ നമുക്കിന്ന് വേഗം പോയി ഫ്രഷായി ബ്രഷൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇത്ര ദിവസം വിഷമിക്കേണ്ട ആവശ്യമില്ലേ, കാരണം എന്താണല്ലോ പോകണം. അപ്പോൾ എന്താ പറയുക, എനിക്ക് എന്തോ പോലെ കഴിഞ്ഞ വർഷം വന്നിട്ട് ഇത്ര എന്തോ പോലെ ഉണ്ടായില്ല എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് 2 ദിവസം മുന്നോട്ട് ഇങ്ങനെ ഒരുമാതിരി ഫീൽ തുടങ്ങി. ഭയങ്കര മഴ, കിളികളിലെ കളകാരവും ഇനിയൊന്നും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചേരം കളകാരവും കേട്ടോണ്ടിരിക്കുക. കളകളെന്ന് എനിക്ക് കാക്കാൻ തോന്നുന്നു. ഒരു മെസ്സുണ്ട്, മെസ്സത്തെ മാറാനായിട്ട് ഞാൻ പോയി എന്താ പറയുക തലയൊക്കെ കുളിച്ച് വന്നു. കാരണം എന്നാലാണ് രാത്രി ആകുമ്പോഴത്തേനും ഉണങ്ങുന്നു. നമ്മുടെ പാക്കിങ്ങിനായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ നിവർത്തി പറക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യുന്നു. പിന്നെ ഞാനല്ല എൻ്റെ പാക്ക് ചെയ്യാറ്, എൻ്റെ അപ്പാപ്പനാണ് പാക്ക് ചെയ്യാറ്. അവർക്ക് നല്ല എക്സ്പീരിയൻസാണ് പാക്ക് ചെയ്തതുകൊണ്ട് എന്താ പറയുക ഞാൻ പാക്ക് ചെയ്യണം. പിന്നെ വേപ്പില കൊണ്ടുപോകാനായിട്ട് അവിടെ കിട്ടാറില്ല, അപ്പോൾ അത് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആൻറ്റി എനിക്ക് ഉണ്ടായിട്ടുണ്ടാകും എന്തായാലും. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കവറിലാക്കി പാക്ക് ചെയ്യണം. എങ്ങാനും പൊട്ടിത്തെറിച്ച് പോയി കഴിഞ്ഞാൽ ഞാനും മസങ്ങനെ കുടവരയ്ക്ക് പോകും. സാധനം വാങ്ങിക്കാണ്ട് പിന്നെ ത്രെഡ് ചെയ്യണം. ഒരു വർഷമായിട്ട് ചെയ്യാൻ ചെയ്യും. ഞങ്ങൾ കുടവരട്ട് പരിപാടി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകും. വണ്ടി എങ്ങോട്ടാ പോണേ നീ? ഇതാണ് നിന്റെ സ്കൂള്? നിന്റെ സ്കൂൾ ഇതാ തുറക്ക്. വീട്ടിൽ പോവാം. ഇനി വെയിറ്റിൻ്റെ കാര്യമാണ് കുറച്ച് ടെൻഷൻ. പറയോ ഇത്ര ദിവസം സെയിം സാധനങ്ങൾ ഞാൻ വാരി പറക്കിയിട്ടപ്പോൾ ഇത്ര വെയിറ്റ് ഉണ്ടായില്ല. അടക്കി പറക്കി ഒതുക്കി വെച്ചപ്പോൾ വെയിറ്റ് കൂടി. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം എന്താണെന്ന്. ഞാനിത്ര അടുപ്പിച്ചിട്ടേക്കണ കാരണം മെയിൻ റോഡ് പോലത്തെ ഒരു സ്ഥലം. അതുകൊണ്ട് എന്താ പറയുക, ഇതിൽ കൂടെ കയറി ഇങ്ങോട്ട് വരേണ്ടി വരും. ചിലപ്പോൾ താങ്ക് യു. Io എനിക്ക് ഇനി വയ്ക്കാനുള്ളത് എൻ്റെ ഇതും കൂടെ ഉള്ളൂ. ഇതും പിന്നെ മേക്കപ്പ് വാഷും കൂടെ ഉള്ളു വയ്ക്കാനായിട്ട്. ബാക്കി ബീഫും കാര്യങ്ങളും. ബീഫായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെയായിട്ട് എടുക്കാണ്ടായിരുന്നത്. ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളാണ്. അപ്പോൾ അതും സാധനമൊക്കെ വെച്ചു. ഇനി വെയിറ്റ് നോക്കണം. എൻ്റെ നേരത്തെ ബീഫ് വെക്കുന്നേക്കാളും മുന്നേ ഉണ്ടായിരുന്നു 26 പോയിൻറ്റ് സംതിങ് ആണ്. ഇനിയിപ്പോൾ നോക്കണം എന്തോരം ഉണ്ടാവുമെന്ന്. കാരണം വെയിറ്റ് ഒരു ടെൻഷനാണ്. എൻ്റെ 7 kg തന്നെയായി. ഇനിയായിട്ടൊന്നും ചെയ്യാനില്ല. ഡ്രസ്സ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വെക്കാൻ പറ്റുകയാണെങ്കിൽ വെക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പ്രാർത്ഥന എത്തിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. വാ പിടിക്കട്ടെ, ഇറങ്ങ്. പോയി
സമയം 11:30 ആയി. 11:45 ഇറങ്ങണം. അപ്പോൾ പെട്ടിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് വെയിറ്റ് വയ്ക്കാൻ മതി. അപ്പോൾ നമുക്ക് വേഗം ഡ്രസ്സ് മാറാം. നമ്മൾ പോവാണ്. വിഷമം ഡ്രസ്സ് മാറാം. അപ്പോൾ നമ്മൾ പെട്ടിയിൽ നിന്ന് ഇറങ്ങി. അബുദാബിയിലൊന്നും അറിയാൻ ചേട്ടാ ഒരു കാര്യം തരാം. കേട്ടോ അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. ചെക്കിനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ലഗേജും കാര്യങ്ങളൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ഇപ്പോൾ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ വിളിക്കും. ഇപ്പോൾ ടൈം 3:20 4 മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിളിച്ച് തുടങ്ങും എന്ന് വിചാരിക്കും. നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കയറാൻ പോവാം. ഹലോ ഗായ്സ്, നമ്മൾ എത്തിയിട്ട് കുറച്ച് നേരമായി. നമ്മൾ ഫ്രഷൊക്കെ ആയി. എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കോഫി കുടിക്കാൻ പോകാം. നല്ല ഉറക്കം വരുന്നുണ്ട്. ഫ്ലൈറ്റിൽ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. നമുക്ക് കോഫി കുടിച്ചിട്ട് കുറച്ച് നേരം കിടന്നോളാം. നമുക്ക് ഇനി ഇവിടെ നിന്ന് 2:35 ഫ്ലൈറ്റ്. ഇപ്പോൾ 2:35 ഇപ്പോൾ 7:30 ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുറേ സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. സമയം 10:15 കഴിഞ്ഞു. പിന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. മധുവിധു എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം. ഇനി 1:30 1:15 ആ ഒരു ടൈം ആകുമ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, മസാല ദോശ കഴിച്ചു, കോഫി കുടിച്ചിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് സ്ഥലമുണ്ട്, അവിടെ വന്നിരിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ 1 മാസം നാട്ടിൽ വന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോവാം. ഇതൊരു പെട്ടെന്നാണ് പോയാൽ. ഇപ്പോൾ സമയം 1:15 കഴിഞ്ഞു. നമുക്ക് ബോർഡിങ് 1:30 തുടങ്ങും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചു. നമുക്ക് ഗേറ്റിന് കൊല വന്നിട്ടാണ് നമ്മൾ കാരണം അറിഞ്ഞില്ല. നമ്മൾ അബുദാബി ടു പാരീസ് ഫ്ലൈറ്റിൽ നമ്മൾ കയറി. ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ തിരിച്ച് ഫ്രാൻസിലേക്ക് പോവാം. നമുക്ക് ഇവിടുന്ന് 6:45 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അബുദാബി ടു പാരീസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ടൈം 7:45 എത്തും.
അവിടെ പിന്നെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് 9 മണി 10 മണിക്ക് നമ്മൾ ഇരുട്ടാവുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ അവിടെ നമുക്ക് ട്രെയിൻ എടുത്ത് വേണം പോകാൻ. ട്രെയിനോ ബസ്സോ ഏതാണ് കിട്ടാന്ന് വെച്ചാൽ അതെടുത്തിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ നിന്നും യാത്ര. തിരിച്ച് നമ്മൾ ഫ്രാൻസിലെത്തി. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. എന്നിട്ട് അവിടെ നിന്ന് ബസ് അല്ലെങ്കിൽ ട്രെയിൻ എടുത്തിട്ടാണ് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോകാം. പക്ഷേ ട്രെയിൻ കാണിക്കുന്നില്ല, ബസ്സാണുള്ളത്. നോക്കാം എങ്ങനെ പോകാൻ പറ്റാതെ. ഇപ്പോൾ നമുക്ക് ഊബർ രാത്രി 8:30-8:45. പക്ഷേ നല്ല വെളിച്ചമുണ്ട്. ചെറിയൊരു മഴക്കാരുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വെളിച്ചം കുറവ്. അല്ലെങ്കിൽ ഇതിനേക്കാളും വെളിച്ചമുണ്ടായത്. സമ്മറായി കഴിഞ്ഞാൽ ഒരു 10:30-10:45 ആയിട്ട് ഇട്ടാവുള്ളൂ. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇന്ന് ട്രെയിനില്ല. ഇപ്പോൾ സമയം 9:45 എന്നിട്ട് എത്തിയില്ല. എന്താ പറയുക, ഇന്ന് ട്രെയിനില്ല, അതുകൊണ്ട് ബസ്സല്ല. ട്രെയിനാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തും. പക്ഷേ ബസ്സായതുകൊണ്ട് 3-3.5 മണിക്കൂർ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ 10:15 ബസ് 1-1:30-1:45 നമ്മൾ അവിടെ എത്താം. എനിക്കാണെങ്കിൽ ഫ്ലൈറ്റിലിരുന്ന് എനിക്കെന്താ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇല്ലാണ്ട് തൊണ്ടവേദനയും കോൾഡും പനിയും എല്ലാം കൂടെ വന്നു. ഇത് എവിടെ നിന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്നൊരു പനി. അപ്പോൾ വയ്യാണ്ടായി, എനിക്ക് തൊണ്ടവേദന എടുത്തിട്ട് വയ്യ. ട്രെയിനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എത്തിയാണ്. പക്ഷെ ബസ്സായതുകൊണ്ട് 3-3.25 മണിക്കൂർ വീണ്ടും ബസ്സിലിരിക്കണം. അപ്പോൾ ഇപ്പോൾ 9:45, 10:15 ബസ്. നമുക്ക് വെയിറ്റ് ചെയ്യും. നമുക്ക് അവിടെ നിന്ന് ട്രെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ബസ്സായിരുന്നു. അപ്പോൾ 3-3.5 മണിക്കൂർ എടുത്തു പാരീസിൽ നിന്ന് ഇവിടെ എത്താനായിട്ട്. അപ്പോൾ ഒരു 1:30-2 ഇവിടെ എത്തിയപ്പോൾ അത് കഴിഞ്ഞ് മേലെ പെട്ടി തുറന്നു ആവശ്യമുള്ള സാധനങ്ങൾ, ഈ ബീഫ് സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്കായിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ച് കുളിച്ച് ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങി. കാരണം എനിക്ക് ഇന്നലെ ഫ്ലൈറ്റിൽ വെച്ച് ചെറുതായിട്ട് പനിയും പിന്നെ കോൾഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അറിയില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം. പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പം ഞാൻ അപ്പം തന്നെ എണീറ്റുള്ളൂ. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാം. ഓക്കെ, വീട്ടിലുള്ള ഷോപ്പിങ്ങിന് വന്നേക്കാൻ നമുക്ക് വീട്ടിൽ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ തക്കാളി, സബോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ആയിരുന്നല്ലോ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കിയത് ബീഫ് കൊണ്ടുവന്നുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് തീരുള്ളൂ. ചിക്കൻ എടുക്കാം ചെറുത്. നമ്മൾ കർഫൂല് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, മഴയുണ്ട്. പിന്നെ അവിടെ വരെ പോകാനുള്ള എനർജി ഇല്ല, വയ്യ. പനിയൊക്കെ മാറണുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. അതായത് പിന്നെ ഉണ്ടാക്കി കഴിക്കണം. ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സബോള, തക്കാളി, അരി, പിന്നെ ഓയില്
അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം, ചോറ് വെക്കണം. പിന്നെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫുണ്ട്, അതും റെഡി ആക്കിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് എടുക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഒതുക്കി വയ്ക്കാനുണ്ട്. അതിന് മുന്നേ ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ശരിക്കാണെങ്കിൽ പനിയും തലവേദനയൊക്കെ എടുത്തിട്ട് ഇതെല്ലാം കൂടെ ചെയ്യണം. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇപ്പോൾ എന്താ പറയുക, എനിക്ക് നല്ല പനി അങ്ങനെ ഇല്ല, പക്ഷെ തൊണ്ടവേദനയും കോൾഡും പിന്നെ ഭയങ്കര ബോഡി പെയിനും തലവേദനയും എല്ലാം ഉണ്ട്. പിന്നെ ഒരു ചുക്കിക്കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ പോകും. നല്ല ചൂടാണ്, നല്ല രസം. ഞാൻ അവിടെ നിന്ന് റിവ്യൂ കാണിച്ചു തരാം. നമുക്ക് നല്ല വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് നല്ല പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിച്ചു. അത് അവിടെ വെച്ച് തന്നെ നിർത്തി. ഇപ്പോൾ നമുക്ക് വിസയ്ക്ക് റിന്യൂ ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ഫോട്ടോ എടുക്കണം. ഇനി ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു സംഭവത്തിനുള്ളിൽ പോയിട്ട് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് ഫോട്ടോ എടുക്കാൻ വെക്കാം. നല്ല വെയിലുണ്ട്, നല്ല തലവേദനയും പനി എല്ലാ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ഫോട്ടോ നമ്പർ വേണം വെക്കാൻ, ഫോട്ടോ ഇല്ല. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ പോവാം. Make sure your forehead, ears and neck are visible. അപ്പോൾ നമ്മൾ ഇന്ന് ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു വിസയുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. നമുക്ക് ഓരോ വർഷം കൂടുന്തോറും നമുക്ക് വിസ റിന്യൂ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് എന്താ പറയുക, വരുമ്പോൾ തൊട്ടേക്ക് കിട്ടിയപ്പോൾ ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ അതുകൊണ്ട് ഫുൾ ടൈം കിടക്കലും കാര്യങ്ങളൊക്കെ, വേറെ ഒന്നും ചെയ്യാനും ഒന്നിനും പറ്റുന്നില്ല വഴിയാണ്ട്. അപ്പോൾ സൗണ്ടൊന്നും ശരിയായിട്ടില്ല. കൂടും കുറേ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എന്താ പറയുക, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ആണ്. ഞങ്ങൾക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, വെയിറ്റ് ചെയ്തിരുന്ന് നമ്മൾ നാട്ടിൽ പോയി, നമ്മൾ തിരിച്ചെത്തി. ഇത് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം. തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്നുണ്ട് അമ്മയുടെ അടുത്തേക്ക്. പക്ഷേ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം പോകാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.